നമുക്കിപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാ സുനിൽ, ഗുഡ് ഈവനിങ് പിയാ സുനിൽ. എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സമാധാനമുള്ള വാർത്തകളല്ല, വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ്. ഇപ്പോൾ ആദിൽ പാലോട് തന്നെ അവിടെ പോയി സഹപ്രവർത്തകയുടെ മറ്റൊരു കന്യാസ്ത്രീയുടെ പ്രതികരണം നമുക്ക് എത്തിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കർണാടകയിലുമൊക്കെ BJPയുടെ കാലത്ത് വലിയ രീതിയിലുള്ള മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്ന അതിക്രമങ്ങൾ നടന്നതാണ്. 2014 ശേഷം കണക്കുകൾ സൂചിപ്പിക്കുന്നത് 4 ഇരട്ടിയും 5 ഇരട്ടിയും വർധന ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് സംഘപരിവാർ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നാണ്. ഇത് എന്താണ് നമ്മളോട് പറയുന്നത്? ഈ ഘട്ടത്തിൽ ഇതെല്ലാം ഈ ആട്ടിൻ തോൽ അണിഞ്ഞ് വരുന്ന ചെന്നായ്ക്കളാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളുണ്ട്. സഭയത് തിരിച്ചറിയുന്നുണ്ടോ? കേരളത്തിലും ഗോവയിലും ഒരു രീതിയിലാണ് BJP ക്രിസ്ത്യൻ സമുദായങ്ങളോട് അടുക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഉത്തരാഖണ്ഡിലുമൊക്കെ മറ്റൊരു രീതിയിലാണ്. സഭ തിരിച്ചറിയുന്നുണ്ടോ ഇത്? സഭ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയേണ്ട കാലം എന്നേ അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 2011 ജാർഖണ്ഡിൽ സിസ്റ്റർ വത്സ ജോണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡ്. അർജുൻ മുണ്ടയായിരുന്നു അന്ന് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി. അന്ന് സിസ്റ്റർ വത്സ ജോണിനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ആദിവാസികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ കൽക്കരി ഖനനം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്ത് അന്ന് ആദിവാസി വിഭാഗം അവിടെ നടത്തിയ ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. ആ മുന്നേറ്റത്തെ പിന്തുണച്ചതിനാണ് സിസ്റ്റർ വത്സ ജോണിനെ അന്ന് അവർ താമസിച്ച വീടിനകത്ത് കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ സംഭവം ഞാൻ അവിടെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2008 ഒഡീഷയിലെ കാന്തമാലിൽ നടന്ന സംഘർഷം, അക്രമം, കലാപം അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. 90 പേരാണ് അന്ന് കാന്തമാലിൽ കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 395 പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടു. 5600 വീടുകൾ അവിടെ അഗ്നിക്കിരയാക്കി. 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തിച്ചു. ഇനി 2023 2 വർഷം മുൻപ് മണിപ്പൂരിൽ നടന്ന അക്രമം. ആ അക്രമത്തിനിടയിൽ ഏതാണ്ട് 247 ക്രിസ്ത്യൻ പള്ളികളാണ് ആക്രമിച്ചത്. നിരവധി പേർ ആ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടു. മണിപ്പൂർ സംഘർഷത്തിന്റെ ഞെട്ടൽ ഇതുവരെ രാജ്യത്തിന് മാറിയിട്ടില്ല. 2020 ഒക്ടോബർ 8 ജാർഖണ്ഡിൽ നിന്ന് സ്റ്റാൻ സ്വാമിയെ NIA കസ്റ്റഡിയിലെടുത്തു. എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത്? ഭീമ കോറേഗാവ് കലാപത്തിൽ സ്റ്റാൻ സ്വാമിക്ക് പങ്കുണ്ട്, മാവോയിസ്റ്റ് ബന്ധമുണ്ട്. ആ മാവോയിസ്റ്റ് ബന്ധം സ്റ്റാൻ സ്വാമിയിലൂടെ അവിടെ നടപ്പാക്കി എന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. എങ്ങനെയാണ് സ്റ്റാൻ സ്വാമി പിന്നീട് മരിച്ചത്? 2021 ജൂലൈ 5 സ്റ്റാൻ സ്വാമി മരിക്കുന്നത് ജയിലിൽ വെച്ചാണ്. അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. അന്ന് സ്റ്റാൻ സ്വാമിയുടെ 4ാമത്തെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ അന്ന് NIA വളരെ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനിടയിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിലെത്തി പറയുകയാണ് സ്റ്റാൻ സ്വാമി മരിച്ചുവെന്ന്. ഇനി മാധ്യമപ്രവർത്തകനായ കരൺ താപ്പർ, നമുക്കറിയാം വളരെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. RSS മുൻ മേധാവി, അതായത് മോഹൻ ഭാഗവത്തിന് മുൻപ് RSSന്റെ മേധാവിയായിരുന്ന KS സുദർശനെ ഇന്റർവ്യൂ ചെയ്യാനായി ഒരുങ്ങുന്നതിന് മുൻപ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ല, നരേന്ദ്രമോദിയുമായി നല്ല അടുപ്പമായിരുന്നു. നരേന്ദ്രമോദിയുമായി RSSന്റെ പശ്ചാത്തലമൊക്കെ ചോദിച്ചപ്പോൾ RSS മേധാവിയെ കാണുമ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി കുറച്ച് ചോദ്യങ്ങൾ തന്നോട് പറഞ്ഞതായി കരൺ താപ്പർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, RSSന് ഏറ്റവും അധികം ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ RSSന് രാഷ്ട്രീയപരമായി സംഘടനാപരമായി വളരാൻ കഴിയാത്തത്? രണ്ടാമത്തേത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെയുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടാണ് ശക്തിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തടയാൻ കഴിയാത്തത്? മൂന്നാമത്തെ വിഷയം എന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കെതിരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ചർച്ചുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇതാണ് അന്ന് തന്നോട് മോദി RSS മേധാവിയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ചോദ്യങ്ങൾ എന്ന് കരൺ താപ്പർ ഓർമ്മക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ 4 ആഴ്ച മുൻപ്
മോഹൻ ഭഗവത്, RSS മേധാവി മോഹൻ ഭഗവത് ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യയിലെ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അന്താരാഷ്ട്ര അതിർത്തികൾ വഴി നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിലൂടെയും ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന മതപരിവർത്തനത്തിലൂടെയും ഇന്ത്യയിലെ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം വരുന്നു എന്നാണ് RSS മേധാവി ചൂണ്ടിക്കാണിച്ചത്. അതിനെതിരെ വളരെ ശക്തമായി സംഘടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, എല്ലാവരും ഉണർന്നു വരണം എന്ന് RSS മേധാവി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. സുരേഷ് ഗോപി. നോക്കൂ, തൃശൂർ ജില്ലയിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റിൽ 6 BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. കേരളത്തിൽ 15% ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമായിരുന്നു. വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ട് അവിടെ BJPക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. നോക്കൂ, 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ആദ്യമുണ്ടായ വിവാദം എന്താണ്? ഗർവാപ്പസി എന്ന പേരിൽ വലിയ പ്രചരണം രാജ്യത്താകെ നടക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലും ഗർഭാപ്പസികൾ നടന്നത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ലവ് ജിഹാദ് കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ തന്നെ തെരുവുകളോളം നടന്ന് പ്രസംഗിച്ചു ലവ് ജിഹാദിനെതിരെ. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിലുള്ളവർ സ്വാധീനിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയുള്ള പ്രചരണം കേരളത്തിലാകെ പടർന്നു. കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നില്ലേ അതിനുശേഷം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള സ്റ്റോറി എന്ന സിനിമ BJP ആഘോഷിച്ചില്ലേ? അതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു ക്രിസ്ത്യൻ വോട്ട് BJPക്ക് അനുകൂലമായി ഒഴുകിയത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാനായാൽ കേരളത്തിൽ രാഷ്ട്രീയമായി മുന്നേറാൻ കഴിയും എന്നൊരു തിരിച്ചറിവിലേക്ക് BJP എത്തുന്നതും നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ എന്ന ഒരു ക്രിസ്ത്യൻ മന്ത്രി ഉണ്ടാകുന്നതും. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മുനമ്പം വിഷയം വരുന്നു. മുനമ്പം വിഷയം വരുമ്പോൾ അവിടുത്തെ മുനമ്പം വിഷയത്തിൽ പ്രതിഷേധ രംഗത്തിറങ്ങിയ എല്ലാവർക്കും പിന്തുണയുമായി ആ സമരമാകെ ഏറ്റെടുത്തുകൊണ്ട് BJP ദേശീയ നേതൃത്വം ആകെ രംഗത്ത് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ട കാഴ്ച. നോക്കൂ, അവിടെയൊക്കെ തന്നെ സഭാ നേതൃത്വം എടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്നത് നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2024 മാത്രം, അതായത് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ 834 പള്ളികളാണ്, ചർച്ചുകളാണ് ആക്രമിക്കപ്പെട്ടത്. 2023 734 പള്ളികൾ ആക്രമിക്കപ്പെട്ടു. 2022 599 ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ചരിത്രമെടുത്താൽ പോലും ഇന്ത്യയിൽ 3000-ലധികം ക്രിസ്ത്യൻ മിഷണറികളുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ദുർഗിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച്, മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2 മാസം മുൻപാണ് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായത്. അവർ പിന്നീട് കേരളത്തിലെത്തി ചികിത്സ തേടി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. ഉത്തർപ്രദേശിൽ നിരവധി ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരം സംഭവങ്ങൾ രാജ്യത്താകെ ആവർത്തിക്കുകയാണ്. അതായത് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെയും ക്രിസ്ത്യൻ മിഷണറികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയും അതിഭീകരമായ നീക്കമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തുന്നത്. അതിന് കൃത്യമായ രാഷ്ട്രീയ അംഗീകാരം BJP അടക്കം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഇപ്പോൾ ഛത്തീസ്ഗഡിലും ആവർത്തിക്കുന്നത്. ഛത്തീസ്ഗഡ് BJP ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കൂ, സഭാ നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? കേരളത്തിൽ BJP തങ്ങളുടെ സംരക്ഷകരായി മാറും എന്ന് കണക്കാക്കിയാണോ സഭാ നേതൃത്വം BJPക്ക് അനുകൂലമായൊരു നിലപാട് ഒരു ഘട്ടത്തിലെങ്കിലും കുറച്ചുപേരെങ്കിലും, എല്ലാമല്ല കുറച്ചുപേരെങ്കിലും എടുക്കുന്നത് എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയേണ്ട കാലം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും അത് മുഖവിലിക്കെടുക്കാതെയുള്ള നിലപാടുകൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, അതുണ്ടാകുന്നുണ്ട്, അത് മാറ്റപ്പെടേണ്ടതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. Meet the editors.